നോയമ്പ് കാലം ഒരാഴ്ച പിന്നിട്ടു. നമ്മൾ കാണുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ സക്കേവൂസിനെയാണ്. സക്കേവൂസ് അവൻ്റെ വിരൂപമായ മുഖത്തിൽ നിന്ന് സുന്ദരമായ മുഖമാക്കി മാറ്റിയെടുക്കുന്ന നല്ല ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്ന കാര്യമുണ്ട്, ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് താഴെ നിന്ന് മുകളിലുള്ള ദൈവത്തിലേക്ക് ഉയരുമ്പോഴല്ല, നേരെ മറിച്ച് നാം ആയിരിക്കുന്ന മുകളിൽ നിന്ന് താഴേക്ക് ദൈവത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. സക്കേവൂസ് ഇങ്ങനെ ആഴ്ന്ന് ഇറങ്ങിയ വ്യക്തിയാണ്. ദൈവത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവന് മനസ്സിലായി താൻ വിരൂപനാണെന്ന്. അവൻ്റെ വൈരൂപ്യം മാറ്റാൻ അവൻ ചെയ്യുന്ന കാര്യമുണ്ട്. ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്, ഇതേവരെ ചെയ്തിരുന്ന തിന്മകൾക്ക് അതിന് 4 മടങ്ങായി പ്രതിഫലം ചെയ്യുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയ ജീവിത പാതയിൽ അത് ഈ നൊയമ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞതുകൊണ്ട് മാത്രം എൻ്റെ പാപം മാറുന്നില്ല. ആ പാപത്തിൻ്റെ ഫലം അത് അവിടെ തന്നെയുണ്ട്. പിന്നെയോ എന്താണ് ചെയ്യേണ്ടത്? സക്കേവൂസ് ചെയ്ത പോലെ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയുകയും അതോടൊപ്പം തന്നെ 1 4 തിരികെ കൊടുക്കുകയും ചെയ്യുക. നമ്മളൊന്ന് ചിന്തിക്കാം, ആരുടെയെങ്കിലും സൽപ്പേര് കളഞ്ഞിട്ടുണ്ടെങ്കിൽ 1 4 അത് തിരികെ കൊടുക്കണം. ആരുടെയെങ്കിലും വക അപഹരിച്ചിട്ടുണ്ടെങ്കിൽ പലിശ സഹിതം അത് തിരികെ കൊടുക്കണം. ആരോടെങ്കിലും സ്നേഹത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ 4 തവണ അധികമായി അവനെ സ്നേഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് പരിശീലിക്കാൻ ശ്രമിക്കാം. നല്ല നൊയമ്പ് കാലം. പുണ്യം പൂക്കട്ടെ, നന്മയുണ്ടാകട്ടെ.